ഹായ് കൂട്ടുകാരെ, സെലം ബ്ലോസിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു കടലക്കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. വറുത്തരച്ച കടലക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും എന്തിൻ്റെ കൂട്ടിനും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണെന്ന് തയ്യാറാക്കുന്നത്. അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു വേണ്ടി ഞാൻ ഒരു 2 ഗ്ലാസ് കടല ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇന്നലെ രാത്രി ഇട്ടിട്ട് ഇന്ന് രാവിലെയാണ് എടുക്കുന്നത്. നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ടിരുന്നതാണ്. ഇതിനെ കുക്കറിൽ ഒരു 5 വിസിൽ കൊടുത്ത് വേവിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 5 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയൊരു പീസ് പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 തക്കോല, ഇത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പട്ട ചെറിയ പട്ട മതി, ഇത്രയും വലുത് വേണ്ട. അല്പം എന്താ ടേസ്റ്റ് മുന്നിൽ നിൽക്കും, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ചെറിയ പട്ട എടുത്താൽ മതി. ഇതിനെ ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ തേങ്ങയും എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി. അതും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ച ചുവയൊന്ന് മാറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ അതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 2 പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഇതിനെ ഇനി ഇന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ചെറിയൊരു സവാളയും 1 തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വഴണ്ട് വന്നിട്ടുണ്ട്. സവാള ഫ്രൈ ആയതിന് ശേഷം തക്കാളിപ്പഴം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുക്കറിൽ 5 വിസിൽ കൊടുത്ത് വേവിച്ചെടുത്ത കടല ചേർത്ത് കൊടുക്കാം. കടല ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ടിരുന്നതാണ്. ഇനി മിക്സിയുടെ ജാറിൽ പൊടിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. അതിനെ ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി കുറച്ച് കടല ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. ഉടച്ചെടുക്കുകയോ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ്. കുറച്ചുകൂടി നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക്. ഇതിനെ ഇനി നല്ലതുപോലെ ഓയിൽ തെളിയുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതേപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ എൻ്റെ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തിരുന്നു.
ഇപ്പോഴും ഇവിടെ ഓയിലെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തിളച്ച് ഇതിലേക്ക് ഇനി ചെറിയ രീതിയിലൊരു കടുതാളിപ്പ് കൊടുക്കണം. അതിനുവേണ്ടി 2 കുഞ്ഞുള്ളി കട്ട് ചെയ്ത് ഓയിലിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കറി ലീവ്സ് ചേർത്ത് കൊടുക്കുക.